നമസ്തേ. നമ്മുടെ ജീവിതത്തിൽ പണ്ട് വളരെ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? എവിടെയോ ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്ന അവസ്ഥ, ഒരു ധൈര്യമില്ലായ്മ, ആത്മവിശ്വാസമില്ലായ്മ. നമുക്കിതിനെ മറികടക്കേണ്ടേ? പഴയ ആ ഊർജ്ജസ്വലതയുള്ള, ആത്മവിശ്വാസമുള്ള, പ്രസന്നമായ മുഖമുള്ള നിങ്ങളെ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ വീണ്ടും അതുപോലുള്ളൊരു വ്യക്തിത്വമായി മാറുവാനുള്ള ഒരു എക്സസൈസ് പറഞ്ഞു തരാം. അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഈ എക്സസൈസ് വരുത്തിയ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. വളരെ നാളുകളായി ഞാൻ ഒറ്റയ്ക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തിയിട്ട് പെട്ടെന്ന് ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്ത് ഒരാഴ്ച വീട്ടിൽ നിന്ന് വിട്ടു താമസിക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ട്രോളി ബാഗും ക്യാരി ബാഗും കൂടി ഞാൻ എടുക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ഇറങ്ങേണ്ട പ്ലാറ്റ്ഫോമിൽ ലിഫ്റ്റ് സൗകര്യങ്ങളില്ല. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ധാരാളം സ്റ്റെപ്പ് കയറി അത്രയും തന്നെ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ. വീണ്ടും ബസ് കയറി ഓട്ടോ കയറി എത്താൻ ഞാൻ തീർത്തും അപരിചിതമായ ഒരു സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ട്രെയിൻ ഇറങ്ങുമ്പോൾ ലഗേജ് ഇറക്കുന്ന കാര്യം തുടങ്ങി ഓരോന്നും എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. യാത്ര ക്യാൻസൽ ചെയ്യണോ എന്നുവരെ ഞാൻ ചിന്തിച്ചു. പണ്ട് എത്രയോ യാത്രകൾ ചെന്നൈയിൽ നിന്നും കാസർഗോഡ് നിന്നും എല്ലാം ഒറ്റയ്ക്ക് ഓടി ചെയ്തിട്ടുള്ള ഞാൻ ഇന്ന് തളർന്നിരിക്കുന്നു. ഇത് പാടില്ല. ശാരീരികം എന്നതിനേക്കാൾ എൻ്റെ മനസ്സാണ് തളർന്ന് പുറകോട്ട് വലിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉണർത്തേണ്ടത് മനസ്സിനെയാണ്. ഞാൻ കണ്ണടച്ച് എൻ്റെ യാത്രയിൽ വന്നേക്കാവുന്ന പ്രതിസന്ധികളെ ആലോചിച്ചു നോക്കി. ആദ്യം വന്നത് ഞാൻ എൻ്റെ ട്രോളി ബാഗുമായി എങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങുമെന്നതാണ്. ഞാൻ ഇറങ്ങിയതിന് ശേഷം ട്രോളി ബാഗ് ഇറക്കാം, അത്യാവശ്യമെങ്കിൽ മുന്നിലോ പിന്നിലോ ഉള്ളവരോട് ഒരു കൈത്താങ് ആവശ്യപ്പെടാം. പിന്നിലുള്ളവർക്ക് ഇറങ്ങാനുള്ളത് കൊണ്ട് അവർ തീർച്ചയായും എൻ്റെ ട്രോളി ബാഗ് ഒഴിവാക്കാനെങ്കിലും അതെടുത്തു തരും. പിന്നെ സ്റ്റെപ്പ് കയറി അടുത്ത പ്ലാറ്റ്ഫോമിൽ എത്താൻ ഓരോ സ്റ്റെപ്പായി സാവധാനം നടന്നു കയറുകയും ഇറങ്ങുകയും ചെയ്യാം. ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് പോർട്ടർമാർ ഉണ്ടാകാനുള്ള സാധ്യത തുലോം കുറവാണ്. എൻ്റെ പ്രായവും എൻ്റെ മനസ്സുമാണ് എന്നെ തളർത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിനെ വാസ്തവത്തിൽ പ്രായം ബാധിക്കേണ്ട കാര്യമില്ല. ഏകദേശം 25-30 വർഷം മുമ്പുള്ള ഊർജ്ജസ്വലമായ മനസ്സോടെ ഞാൻ എന്നെ നോക്കിക്കണ്ടു. മനസ്സ് ചെറുപ്പമായതോടെ എൻ്റെ ശരീരവും അതിനൊത്ത് കരുത്ത് പ്രാപിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ആനി, ഈ യാത്ര നിന്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ്. അത് നീ ചെയ്തേ മതിയാവൂ. അതിനു വേണ്ട ഊർജം നീ ആർജിച്ചെടുത്തേ തീരൂ. നമ്മുടെ ബുദ്ധിയിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ മനസ്സാണ്. 30 വർഷം മുമ്പുള്ള എന്നെ ഞാൻ മനസ്സിൽ കണ്ടു. ആ സമയത്തെ ആവശ്യബോധത്തോടെയും ഊർജ്ജസ്വലതയോടും കൂടി തന്നെ എൻ്റെ വസ്ത്രധാരണവും നടത്തവും സംസാരവുമെല്ലാം അതിൻ്റെ ആഹ്ലാദത്തോടെ തന്നെ ഇപ്പോഴുള്ള ഞാനുമായി ഏകീഭവിപ്പിച്ചു. എല്ലാ ഉൾക്കരുത്തോടും കൂടെ ഞാനൊരു പുതിയ വ്യക്തിയായി മാറുന്നത് ഞാൻ ഭാവനയിൽ കണ്ടു. ദീർഘകാലത്തെ അനുഭവ സമ്പത്തിൽ നിന്ന് ഞാൻ സ്വാംശീകരിച്ച ഒരുപാട് ജീവിത ദർശനങ്ങൾ തേച്ചു മിനുക്കി അതെനിക്ക് കുറെ കൂടി പക്വത നൽകി. പ്രശ്നങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ കാണാൻ, എന്നാൽ പ്രായം കൊണ്ട് ഒരിക്കലും മനസ്സിനെ മുരടിപ്പിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. എൻ്റെ ആ യാത്രയിൽ എൻ്റെ എതിരെയിരുന്ന വ്യക്തിയുമായി ഞാൻ പരിചയപ്പെട്ടു. ഇറങ്ങാൻ നേരം ഞാൻ അയാളോട് ഒരു സഹായം ചോദിച്ചു. എൻ്റെ ട്രോളി ബാഗ് ഇറക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? തീർച്ചയായും. അയാൾ വളരെ സന്തോഷത്തോടെ എന്നെ സഹായിച്ചു. വീണ്ടും ട്രോളിയുമായി ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ അറിയാത്ത ഒരു പെൺകുട്ടി ഞാനൊരു കൈത്താങ് തരട്ടെ എന്ന് എന്നോട് ചോദിച്ചു. നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ആ കൈത്താങ് സ്വീകരിച്ചു. എബ്രഹാം മാസ്ലോ എന്ന പ്രശസ്ത സൈക്കോളജിസ്റ്റ് തൻ്റെ ഹ്യൂമനിസ്റ്റിക് തിയറിയിൽ പറയുന്നത് പോലെ, പീപ്പിൾ ആർ ജനറലി ഗുഡ് ആൻഡ് വാണ്ട് ടു റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. ജനങ്ങളെല്ലാം പൊതുവെ നല്ലവരാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു മനസ്സും അവർക്കുണ്ട്. നമ്മൾ അതിനെ ഒന്ന് ഉണർത്തേണ്ട ആവശ്യമേ ഉള്ളൂ. മനുഷ്യത്വപരമായ കാഴ്ചപ്പാടിൽ ഓരോ വ്യക്തികളെയും അവരുടെ നന്മയെ കാണാൻ, നമ്മിലുള്ള നന്മയെ കാണാൻ മനസ്സിനെ അനുവദിക്കുമെങ്കിൽ തീർച്ചയായും ഓരോരുത്തരുടെയും ഫുൾ പൊട്ടൻഷ്യൽ, നന്മ ചെയ്യാനുള്ള കഴിവിനെ പരമാവധി പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തിയിലെ കുറവുകളെയോ പ്രശ്നങ്ങളെയോ ചികിയുന്നതിനു പകരം വ്യക്തിയെ ഒന്നായി കാണാൻ ശ്രമിക്കുക. അവനിലുള്ള നന്മ ഉണർന്നു കഴിയുമ്പോൾ അവിടെ പ്രകാശം വരും, ഉത്സാഹം വരും,
സന്തോഷം വരും, ഇരുട്ട് നീങ്ങിപ്പോകും. 95% നന്മയുള്ള ഓരോ വ്യക്തിയിലെയും 5% തിന്മയുടെ പിറകെ പോകാതെ നന്മയെ കാണാൻ നമുക്ക് കണ്ണു തുറക്കാം. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.